ഓം നമോ നാരായണായ. നാരായണീയം ദശകം 30 വാമനാവതാരം. കാശ്യപിന്റെയും അദിതിയുടെയും പുത്രനായി ഭഗവാൻ ജനിച്ചു. പെട്ടെന്ന് തന്നെ ഭഗവാൻ തന്റെ ശിശുരൂപം വെടിഞ്ഞ് അല്പം മാത്രം വളർന്ന് സമർത്ഥമായ അധികം ഉയരമില്ലാത്ത വാമന രൂപം കൈക്കൊണ്ടുവെന്നാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. വാമനമൂർത്തിയായ ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശം നിർവഹിക്കാനായി അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുന്ന മഹാബലിഗ്രഹത്തിലേക്ക് പുറപ്പെടുന്നു എന്നാണ് 6-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. താവത് പ്രജാപതിമുഖൈരുപനീയമൗഞ്ചി ദണ്ഡാജിനാക്ഷവലയാധിപിരർച്യമാന ദേദീപ്യമാനവപുരീശ കൃതാഗ്നികാര്യ ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. അലയോ സർവേശ്വര, ഒരു ബ്രാഹ്മണകുമാരനായി ജനിച്ചത് കൊണ്ട് തന്നെ കാശ്യപ പ്രജാപതിയെ മുൻനിർത്തിക്കൊണ്ട് മഹർഷിമാർ അങ്ങേക്ക് ഉപനയന സംസ്കാരം നടത്തി. ആ സമയത്ത് ദേവർഷിമാർ മേഖല, അതായത് അരഞ്ഞാണം, ദണ്ഡം, കൃഷ്ണാജിനം എന്ന് വെച്ചാൽ ബ്രഹ്മചാരികളൊക്കെ ഉടുക്കുന്ന ഒരു തരം വസ്ത്രം, ജപമാല തുടങ്ങിയ ബ്രഹ്മചര്യോപകരണങ്ങൾ നൽകി അവിടുത്തെ പൂജിച്ചു. ഇപ്രകാരം ബ്രഹ്മചര്യോപകരണങ്ങളെല്ലാം ധരിച്ച് ഉജ്ജ്വല തേജസ്സോടെ പ്രകാശിക്കുന്ന ശരീരത്തോടു കൂടിയവനായ ഭഗവാൻ സമിതാധാനം നിർവഹിച്ച്, അതായത് അഗ്നിഹോത്രത്തിന്റെ ഭാഗമായി പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലി അഗ്നിയിൽ വിറക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന അഗ്നിപൂജ, അങ്ങനെയുള്ള അഗ്നിപൂജ ചെയ്ത് തൻ്റെ അവതാരോദ്ദേശം നിർവഹിക്കാൻ അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുന്ന മഹാബലിഗ്രഹത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഉത്പ്രേക്ഷാലങ്കാരങ്ങളെ കൊണ്ട് മേൽപ്പത്തൂർ വാമനമൂർത്തിയുടെ നടത്തത്തെ വർണ്ണിക്കുകയാണ് 7-ാമത്തെ ശ്ലോകത്തിൽ. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വദേവധരണീം ചലയന്നയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷ്വ സന്നിധാതും. വാമനമൂർത്തി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ വരാനിരിക്കുന്ന തൻ്റെ മഹത്വം വെളിവാക്കുമാറുള്ള, അതിന് അനുയോജ്യമായ തരത്തിലുള്ള ഗാംഭീര്യമായിരുന്നു വാമനമൂർത്തിക്കുണ്ടായിരുന്നത്. ചെറിയ ഒരു ബാലനായിരുന്നു എങ്കിലും കനം കൊണ്ട് ഭൂമിയെ ചലിപ്പിക്കുന്നതായിരുന്നു ഭഗവാന്റെ ദേഹപ്രകൃതി. യാഗശാലയിൽ ഉണ്ടാകാൻ പോകുന്ന മഹാശരീരത്തിനൊത്ത കനമുണ്ടോ എന്ന് കാണുന്നവർക്കെല്ലാം സംശയം തോന്നിച്ചിരുന്നു. ശത്രുക്കളുടെ ചൂടിനെ തടുക്കുവാനാണോ വലിയ ഓലക്കൊടയൊക്കെ പിടിച്ചിരിക്കുന്നത് എന്ന് തോന്നും. അസുരന്മാരുടെ നേരെ പ്രയോഗിക്കാൻ എന്ന വിധത്തിലാണ് കയ്യിൽ ദണ്ഡം പിടിച്ചിരിക്കുന്നത്. ഇപ്രകാരം വരാനിരിക്കുന്ന മഹത്വത്തെ മുൻകൂട്ടി പ്രകാശിപ്പിക്കുന്നതോ എന്ന് തോന്നുമാറുള്ള ഗംഭീര ഭാവത്തോടെ അലയോ ഭഗവാനെ, അങ്ങ് നടകൊണ്ടുവല്ലോ. വാമനമൂർത്തിയുടെ തേജസ്സു കണ്ട് ശുക്രാചാര്യർ മുതലായ മഹർഷിമാരുടെ കണ്ണു മങ്ങിപ്പോയി എന്ന് പറയുന്നു. താം നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസേതുഷിത്വയിരുജാ തവരുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷ ദഹനോനു സനത്കുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ. നർമ്മദാ നദിയുടെ വടക്കേക്കരയിലാണ് മഹാബലി അശ്വമേധയാഗം നടത്തിയിരുന്നത്. ഉജ്ജ്വല തേജസ്സോടെ വാമനമൂർത്തി ആ അശ്വമേധയാഗം നടക്കുന്ന യാഗശാലയിലേക്ക് അടുത്തുകൊണ്ടിരുന്നപ്പോൾ ശുക്രാചാര്യർ മുതലായ മഹർഷിമാർക്ക് ഭഗവാന്റെ അസാമാന്യമായ തേജസ് കണ്ട് കണ്ണുകൾ മങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ആരാണ് ഈ വരുന്നത്? തങ്ങൾ ആരെയാണ് കാണുന്നത്? തങ്ങൾ ഈ കാണുന്നത് സൂര്യനെയാണോ, അഗ്നിദേവനെയാണോ, അതോ യോഗിയായ സനത്കുമാരനെയാണോ എന്നിങ്ങനെ ഇദ്ദേഹം ആരായിരിക്കും എന്ന് എല്ലാവരും സംശയിച്ചു പോയി. ഇവിടെ നർമ്മദാ നദിയുടെ വടക്കേക്കരയിലാണ് മഹാബലി യാഗം നടത്തിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നർമ്മദാ നദി കേരളത്തിലൂടെ ഒഴുകുന്നൊരു നദിയല്ല. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, വാമനാവതാരം കഴിഞ്ഞാണ് ഭഗവാൻ പരശുരാമനായി അവതരിക്കുന്നത്. പരശുരാമനാണ് കേരളം എന്നൊരു ഭൂപ്രദേശമാക്കി തിരിച്ചത്.
അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ മഹാബലി കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവ് ആയിരുന്നില്ല എന്നും മഹാബലിക്ക് കേരളവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാകുന്നത്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയപ്പോൾ മഹാബലി വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ വരുന്നതിനായി അനുവദിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മഹാബലി വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ വരുന്നതാണ്, ആ ദിവസമാണ് ഓണമായി ആഘോഷിക്കുന്നത് എന്നെല്ലാം ആണ് ഓണത്തെ അനുബന്ധിച്ചുള്ള കഥ പ്രചാരത്തിൽ ഉള്ളത്. ഇത് എപ്രകാരമാണ് ഇങ്ങനെ ഒരു കഥ പ്രചരിച്ചു വന്നത് എന്നതിനെക്കുറിച്ച് ഉള്ള അറിവില്ല. എന്തായാലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, മഹാബലിയെ വാമനൻ ചവിട്ടി താഴ്ത്തിയതാണോ എന്നെല്ലാം നമുക്ക് അടുത്ത ദശകത്തിൽ നിന്ന് കൂടുതൽ മനസ്സിലാകും. ഭഗവാന്റെ പാദതീർത്ഥം മഹാബലി തൻ്റെ ശിരസിൽ ധരിക്കുന്നു. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈ ത്വാം രമ്യരൂപമസുരപുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുകൃതി പരിണിജ്യ പാദൗ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. ഭഗവാൻ വാമനമൂർത്തിയായി യാഗശാലയിൽ പ്രവേശിച്ചപ്പോൾ ആ തേജസ് കണ്ട് പരവശരായ ഋഷിമാർ മനോജ്ഞാകൃതിയോടുകൂടിയ ഭഗവാനെ എന്തെന്നില്ലാത്ത ആവേശത്തോടുകൂടി ആ തേജസ് കണ്ട് മയങ്ങിപ്പോയതുപോലെ വളരെ യാന്ത്രികമായി വേഗത്തിൽ എതിരേറ്റ് ആനയിച്ചു കൊണ്ടുവന്നു. ഇപ്രകാരം ഋഷിമാരാൽ എതിരേറ്റു കൊണ്ടുവരപ്പെട്ട സുന്ദരാംഗനായ ഭഗവാനെ മഹാവിഷ്ണുവാണെന്ന് അറിയാതെ ബ്രാഹ്മണരെ സേവിക്കുന്നതിൽ തൽപരനായ പുണ്യശാലിയായ മഹാബലി അതീവ സന്തോഷത്തോടെ രോമാഞ്ചകഞ്ചുകിതനായി ഭക്തിയോടുകൂടി സമീപിച്ച് ആ കാലുകൾ കഴുകിച്ച്, ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, എല്ലാ തീർത്ഥങ്ങളെയും ശുദ്ധീകരിക്കുന്ന തീർത്ഥമായ ഭഗവാന്റെ ആ പാദതീർത്ഥം മഹാബലി ശിരസിലണിഞ്ഞു. വാമനമൂർത്തിയുടെ പാദതീർത്ഥം ശിരസിലണിയാനുള്ള ഭാഗ്യം എപ്രകാരമാണ് മഹാബലിക്ക് ലഭിച്ചത് എന്ന് മേൽപ്പത്തൂർ അനുമാനിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനുത്തദിതം ദിതിജോഭിലേഭേ യത്തേ പദാംബു ഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാ. ഭഗവാന്റെ പാദോദകമായ ഗംഗയെ പരമശിവൻ ശിരസിൽ ധരിച്ചു. അത്രയും പുണ്യമായ തീർത്ഥം അസുരരാജാവായ മഹാബലിക്ക് പോലും ലഭിച്ചു. ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, പ്രഹ്ലാദനെ പോലെ ഭഗവത് ഭക്തനല്ലാതിരുന്നിട്ടും ഒരുപക്ഷെ മഹാബലി പ്രഹ്ലാദ വംശത്തിൽ ജനിച്ചതുകൊണ്ടായിരിക്കാം. അതായത് ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചിരുന്നു. പ്രഹ്ലാദ, നിന്റെ ഈ ജന്മം കൊണ്ട് നിന്റെ വംശത്തിൽ നിനക്ക് മുമ്പുള്ളവരുടെയും ഇനി വരാനിരിക്കുന്നവരുടെയും ജന്മം പുണ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഹ്ലാദനെ അനുഗ്രഹിച്ചിരുന്നു. ഇപ്രകാരം മഹാബലി പ്രഹ്ലാദ വംശത്തിൽ ജനിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം യാഗങ്ങൾ ചെയ്തതുകൊണ്ടുള്ള സുഹൃതം കൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ബ്രാഹ്മണരിലുള്ള തികഞ്ഞ വിശ്വാസം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഈ മഹാപുണ്യം ലഭിക്കാൻ കാരണമായി തീർന്നത്. എങ്ങനെയൊക്കെ ആയാലും മഹാബലിക്ക് അങ്ങയുടെ പാദതീർത്ഥം ശിരസിലണിയാനുള്ള ഭാഗ്യം ലഭിച്ചുവല്ലോ. അങ്ങ് ആരിൽ എപ്പോൾ എങ്ങനെയാണ് കാരുണ്യം ചൊരിയുന്നത് എന്ന് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നു.